ഹലോ, വെൽക്കം ടു സ്കൂളി. സോ നമ്മൾ ഇന്ന് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാം. ഓക്കെ. സോ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക് പഠിക്കുന്നു, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിക്കുന്നു. സോ ഈ ടോപ്പിക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാനും ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. സോ നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ വേറെ ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിമിലർ പാറ്റേൺ മോസ്റ്റ് ഓഫ് ദ കേസിലും ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളുടെ പ്രിപ്പറേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? an electric lamp of resistance 20 ohm and a conductor of resistance 4 ohm are connected to 6-volt battery as shown in the circuit. ഓക്കെ. സോ സർക്യൂട്ടിൽ തന്ന പോലെ ഒരു ഇലക്ട്രിക് ലാമ്പും ഒരു കണ്ടക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട് 6-വോൾട്ട് ബാറ്ററിയുമായിട്ട്. സോ എന്തൊക്കെയാണ് നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കറന്റ് ത്രൂ ദി സർക്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ലാമ്പിനും കണ്ടക്ടറിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാമ്പിന്റെ പവറും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഫ്രം ദിസ് ഫിഗർ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇലക്ട്രിക് ലാമ്പും കണ്ടക്ടറും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ? സോ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ട് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന്റെ സം ആയിരിക്കും, അല്ലെ? സോ നമ്മുടെ ഈ കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ആർ ഇക്വലന്റ് എന്ന് എടുക്കാം, ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ലാമ്പ് പ്ലസ് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ, അല്ലെ? എത്രയാണ് ലാമ്പിന്റെ റെസിസ്റ്റൻസ്? അത് 20 ഓം ആണ്. കണ്ടക്ടർ റെസിസ്റ്റൻസോ അത് 4 ഓം ആണ്. സോ ഇസ് ഈക്വൽ ടു 20 പ്ലസ് 4. സോ ആർ ഇക്വലന്റ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 24 ഓം എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? കറന്റ് ത്രൂ ദി സർക്യൂട്ട്, അല്ലേ? സോ നമുക്ക് ഓംസ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന്, അല്ലേ? സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് ആരാണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. സോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇക്വലന്റ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ ഈസ് ഈക്വൽ ടു നമ്മുടെ വോൾട്ടേജ് എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 6-വോൾട്ട് ബാറ്ററിയുമായിട്ടല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ 6 ബൈ ടോട്ടൽ റെസിസ്റ്റൻസോ അത് 24 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതാം. അത് നമുക്ക് 0.25 ആംബിയർ എന്ന് എഴുതാൻ പറ്റും, അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഈ സർക്യൂട്ട് ത്രൂ പാസ് ചെയ്യുന്ന കറന്റും കണ്ടുപിടിച്ചു. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഇലക്ട്രിക് ലാമ്പ് ആൻഡ് കണ്ടക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സി പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. സോ ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ലാമ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ ഓംസ് ലോയിൽ നിന്ന് നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്, അല്ലേ? സോ ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി ലാമ്പ്, അല്ലേ? ഓക്കെ. കറന്റ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് സെയിം കറന്റ് ആയിരിക്കും ഫ്ലോ ചെയ്യുക എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സോ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മുടെ കറന്റ് എത്രയാണ് ഇവിടുത്തെ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.25. ഇനി ലാമ്പിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? സോറി, ലാമ്പിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? അത് 20 ഓം ആണ്, അല്ലേ? സോ ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 5 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും, അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്?
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. ഓക്കെ, സെയിം ഇക്വേഷൻ ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. സോ 0.25 ഇൻറ്റു എത്രയാണ് റെസിസ്റ്റൻസ് അക്രോസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ? അത് 4 ഓം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 1 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് അല്ലെ. സോ ഇവിടെ എന്താണ് 6 വോൾട്ട് ബാറ്ററി ആണുള്ളത്. സോ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതൊക്കെയാണ്? 5 and 1. സോ 5 + 1 6 നമുക്ക് കിട്ടി. ഓക്കെ, സോ അത്രയുമാണ് സി പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. സോ അത് നമ്മളും സോൾവ് ചെയ്തു. ഇനി പവർ ഓഫ് ദി ലാമ്പ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സോ നമ്മൾ പവർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ ഈസ് ഈക്വൽ ടു P²/R എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ പവർ അക്രോസ് ദി ലാമ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ പവർ അക്രോസ് ദി ലാമ്പ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ലാമ്പ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അക്രോസ് ദി ലാമ്പ്. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ലാമ്പ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. സോ 5² 25 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദി ലാമ്പ് എത്രയാണ്? അത് 20 ഓം ആണ്. സോ പവർ ഓഫ് ദി ലാമ്പ് ഈസ് ഈക്വൽ ടു 1.25 വാട്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എഴുതാൻ വേണ്ടി മറക്കരുത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ 4 പാർട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, സർക്യൂട്ട് ത്രൂ പാസ് ചെയ്യുന്ന കറന്റ് കണ്ടുപിടിച്ചു, ഓരോ റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ലാമ്പിന്റെ പവറും കണ്ടുപിടിച്ചു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കണേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഇതും റെസിസ്റ്റേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Two resistors with resistances 5 ohm and 10 ohm respectively are to be connected to a battery of 6 volt so as to obtain. How will you connect the resistances in each case? ഏതൊക്കെയാണ് കേസസ്? മിനിമം കറന്റ് ഫ്ലോയിങ്, അതുപോലെ തന്നെ മാക്സിമം കറന്റ് ഫ്ലോയിങ്. ഓക്കെ, കാൽക്കുലേറ്റ് ദി സ്ട്രെങ്ത് ഓഫ് ടോട്ടൽ കറന്റ് ഇൻ ദി സർക്യൂട്ട് ഇൻ 2 കേസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു 6 വോൾട്ട് ബാറ്ററിയും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് റെസിസ്റ്റേഴ്സ്? 5 ഓമും 10 ഓമും. ഇനി എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? 2 കേസസ് ഉണ്ട്. നമുക്ക് മിനിമം കറന്റും മാക്സിമം കറന്റും ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? മിനിമം കറന്റ്. സോ നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട് കറന്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ളത്. സോ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കറന്റ് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. സോ മിനിമം കറന്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഷുഡ് ബി മാക്സിമം അല്ലേ. എങ്ങനെ കണക്ട് ചെയ്താലാണ് റെസിസ്റ്റൻസ് മാക്സിമം ആയിട്ട് വരിക? അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് അല്ലേ. സോ റെസിസ്റ്റൻസ് മാക്സിമം ആവണമെങ്കിൽ നമ്മുടെ റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് 2 റെസിസ്റ്റേഴ്സിനെ? അത് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. Okay, so we have 5 ohm and 10 ohm. Okay, clear ആണോ? സോ മിനിമം കറന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ റെസിസ്റ്റൻസ് മാക്സിമം എപ്പോഴാണ് വരിക? അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇനി ആ ക്വസ്റ്റ്യൻ തന്നെ ഒരു പാർട്ട് കൊണ്ടുണ്ട്. കാൽക്കുലേറ്റ് ദി സ്ട്രെങ്ത് ഓഫ് ടോട്ടൽ കറന്റ് ഇൻ ദി സർക്യൂട്ട് ഇൻ 2 കേസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
സോ ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും കറന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? സോ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അത് 6 വോൾട്ട് ആണ്. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 5 + 10 ഇസ് ഈക്വൽ ടു 15 ഓം അല്ലേ? ഓക്കെ, സോ 6/15 ഇസ് ഈക്വൽ ടു 0.4 ആംപിയർ എന്നുള്ളതാണ് നമ്മൾ മിനിമം കറണ്ട് ആയിട്ട് വരുന്നത്. സോ മിനിമം കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ബിക്കോസ് മിനിമം കറണ്ട് കിട്ടണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് എന്താ ചോദിച്ചിട്ടുള്ളത്? മാക്സിമം കറണ്ട് ഒപ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ മാക്സിമം കറണ്ട്, മാക്സിമം കറണ്ട് കിട്ടാൻ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? അത് മിനിമം ആയിരിക്കണം അല്ലേ? സോ ഫോർ മാക്സിമം കറണ്ട് ദ റെസിസ്റ്റൻസ് ഷുഡ് ബി മിനിമം. ഓക്കെ, സോ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണമെങ്കിൽ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കണമെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സും പാരലലി കണക്ട് ചെയ്യണം അല്ലേ? ഓക്കെ, സോ നമുക്ക് പാരലലി കണക്ട് ചെയ്യാം. 5 ഓമും 10 ഓമും പാരലലി കണക്ട് ചെയ്യുന്നു 6 വോൾട്ട് ബാറ്ററിയുമായിട്ട്. സോ നമുക്ക് മാക്സിമം കറണ്ട് ഒപ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കണക്ഷൻ എങ്ങനെയായിരിക്കണം? അത് പാരലൽ കണക്ഷൻ ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കണക്ഷൻ. ഇനി എത്രയാണ് കറണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് വരിക? 1/5 പ്ലസ് 1/10. ഓക്കെ, ഇസ് ഈക്വൽ ടു, സോ 1/R ഇസ് ഈക്വൽ ടു 1/5 പ്ലസ് 1/10 അല്ലേ? ഇസ് ഈക്വൽ ടു 3/10. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 10/3 ഓം എന്ന് നമുക്ക് കിട്ടും. സോ എന്താ ചോദിച്ചിട്ടുള്ളത്? കറന്റ് ചോദിച്ചിട്ടുണ്ട്. സോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. സോ 6/10/3 ആണ്. സോ 6 × 3/10 ഇസ് ഈക്വൽ ടു 1.8 ആംപിയർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ നമ്മൾ രണ്ട് പോർഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. മിനിമം കറണ്ട് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. മാക്സിമം കറണ്ട് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലലി കണക്ട് ചെയ്യുന്നു. സോ രണ്ട് കേസിലെയും കറണ്ടിന്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ 0.4 ആംബിയറും സെക്കൻഡ് കേസിൽ 1.8 ആംബിയറുമാണ് കറണ്ടിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 2 lamps, one rated 60 watt at 220 volt and the other 40 watt at 220 volt are connected in parallel to the electric supply at 220 volt. ഓക്കെ, സോ നമുക്ക് രണ്ട് ലാംപ്സ് ഉണ്ട്. ആ രണ്ട് ലാമ്പിന് പവർ ആണ് തന്നിട്ടുള്ളത്. 60 വാട്ട് പവർ ഉള്ള ഒരു ലാമ്പും 40 വാട്ട് പവർ ഉള്ള മറ്റൊരു ലാമ്പും. ഓക്കെ, അത് ഇലക്ട്രിക് സപ്ലൈ അറ്റ് 220 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സർക്യൂട്ട് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആൻഡ് കാൽക്കുലേറ്റ് ദി കറന്റ് ഡ്രോൺ ഫ്രം ദി ഇലക്ട്രിക് സപ്ലൈ. ഓക്കെ, പിന്നെ തേർഡ് പാർട്ട് എന്താണ്? കാൽക്കുലേറ്റ് ദി ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദി 2 lamps ടുഗദർ വെൻ ദേ ഓപ്പറേറ്റ് ഫോർ 1 hour എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 3 പാർട്ടാണ് ക്വസ്റ്റ്യനിലുള്ളത്. നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്താണ്? സർക്യൂട്ട് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് വരച്ചു നോക്കൂ എങ്ങനെയായിരിക്കും സർക്യൂട്ട് ഡയഗ്രാം എന്നുള്ളത്. ഓക്കെ, നമുക്ക് വരയ്ക്കാം. സോ രണ്ട് ലാമ്പാണുള്ളത്, 60 വാട്ട് ആൻഡ് 40 വാട്ട് പവർ ഉള്ള രണ്ട് ലാംപ്സ്. ഓക്കെ,
220 വോൾട്ട് ഇലക്ട്രിക് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ എത്രയാണ്? 60 വാട്ട് അറ്റ് 220 വോൾട്ട്. 60 വാട്ട് 220 വോൾട്ടും. സെക്കൻഡ് ലാമ്പ് എത്രയാണ്? 40 വാട്ട് 220 വോൾട്ട്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്താണ്? സർക്യൂട്ട് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സെക്കൻഡ് പാർട്ട് എന്താണ് ചോദിക്കുന്നത്? കാൽക്കുലേറ്റ് ദി കറന്റ് ഡ്രോൺ ഫ്രം ദി ഇലക്ട്രിക് സപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇവിടുത്തെ ഗിവൺ ഡാറ്റ? രണ്ട് ലാമ്പിന്റെയും പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് സപ്ലൈ എത്രയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? കറന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ പവറും പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഏതാണെന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, സോ നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്നും കറന്റിന്റെ വാല്യൂ എത്രയാണ്? പവർ ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ രണ്ട് കേസിലും ഡിഫറെന്റ് ആയിട്ടുള്ള കറന്റ് ആണ് ഫ്ലോ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ നമ്മളിതിനെ ഫസ്റ്റ് ലാമ്പ് എന്നും ഇതിനെ സെക്കൻഡ് ലാമ്പ് എന്നും വിളിക്കുന്നു. സോ ഫസ്റ്റ് ലാമ്പ് ത്രൂ പാസ് ചെയ്യുന്ന കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ പവർ ഓഫ് ദി ഫസ്റ്റ് ലാമ്പ് ഡിവൈഡഡ് ബൈ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ എന്താണ് പവർ? ഫസ്റ്റ് ലാമ്പിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വാട്ട് ആണ്. അത് 220 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഫസ്റ്റ് ലാമ്പിൽ അക്രോസ് ആയിട്ട് പാസ് ചെയ്യുന്ന കറന്റ് എത്രയായിരിക്കും? അത് 3/11 ആംപിയർ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ എത്രയാണ്? P2 ഡിവൈഡഡ് ബൈ V എന്ന് നമുക്ക് എഴുതാം. സോ 40 ആണ് ഇവിടുത്തെ പവർ ബൈ 220. സോ അത് നമുക്ക് 2/11 ആംപിയർ എന്നും കിട്ടും. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി കറന്റ് ഡ്രോൺ ഫ്രം ദി ഇലക്ട്രിക് സപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ കറന്റ് എത്രയാണ്? രണ്ട് ലാമ്പിലൂടെയും പാസ് ചെയ്യുന്ന കറന്റിന്റെ സം ആയിരിക്കും. സോ ടോട്ടൽ കറന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ടോട്ടൽ കറന്റ് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു 3/11 പ്ലസ് 2/11 ഈസ് ഈക്വൽ ടു എത്രയാണ്? 5/11. അതിന് നമുക്ക് 0.45 ആംപിയർ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? സോ നമ്മളടുത്ത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. സോ ഇത് പാരലലി ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കറന്റ് ഈസ് ഈക്വൽ ടു കറന്റ് പാസിംഗ് ത്രൂ ഇൻഡിവിജ്വൽ കമ്പോണന്റ്. ഓക്കെ, സോ നമ്മൾ ഓരോ ലാമ്പിന് അക്രോസ് ആയിട്ടും പാസ് ചെയ്യുന്ന കറന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സം എടുത്തിട്ടാണ് ടോട്ടൽ കറന്റ് 0.45 ആംപിയർ ആണെന്ന് കണ്ടുപിടിച്ചത്. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ്? കാൽക്കുലേറ്റ് ദി ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദി ടു ലാംപ്സ് ടുഗദർ വെൻ ദേ ഓപ്പറേറ്റ് ഫോർ 1 അവർ. സോ 1 അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, നമുക്ക് ഓരോ ലാമ്പിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ലാമ്പിനെ ലാമ്പ് കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ ഇൻറ്റു ടൈം ആയിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ? സോ എന്താണ്? പവർ തന്നിട്ടുണ്ട് 60 വാട്ട് ആണ്. ടൈം എത്രയാണ്? അത് 1 അവർ ആണ്. സോ ഫസ്റ്റ് ലാമ്പ് കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60 വാട്ട് അവർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് ലാമ്പ്. സോ അതിന്റെ പവർ നമ്മൾ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 40 വാട്ട് ഇൻറ്റു 1 അവർ ഇസ് ഈക്വൽ ടു 40 വാട്ട് അവർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ,
ഇനി ടോട്ടൽ എനർജി കൺസ്യൂമഡ് എന്തായിരിക്കും? അത് E1 പ്ലസ് E2 ആയിരിക്കും. സോ 60 പ്ലസ് 40 ഇസ് ഈക്വൽ ടു 100 വാട്ട് അവർ എന്ന് നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് 0.1 കിലോ വാട്ട് അവർ എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ തേർഡ് പാർട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടും സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമാണ്. സെക്കൻഡ് പാർട്ട് കറന്റ് ഡ്രോൺ ഫ്രം ദി ഇലക്ട്രിക് സപ്ലൈ. സോ പാരലൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരണം എന്താണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കറന്റിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും വാല്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ടോട്ടൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ എനർജി കണ്ടിട്ട് അത് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ലിസ്റ്റ് ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദി റെസിസ്റ്റൻസ് ഓഫ് എ യൂണിഫോം സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് എ ഗിവൺ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് 0.01 സെന്റിമീറ്റർ റേഡിയസ് ഈസ് 10 ohm. If the resistivity of the wire is 50 into 10 raised to minus 8 ohm meter. Ohm meter അല്ലേ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി വയർ എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്ക് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും അപ്ലൈ ചെയ്യേണ്ട ബേസിക്സ് സെയിം ആണ്. സോ ആ ബേസിക്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടാൽ തന്നെ നമുക്ക് അത് ക്ലിക്ക് ആവും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെ? അപ്പൊ എല്ലാം സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കണക്ഷൻ ഉണ്ട്, ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബേസിക് അപ്ലൈ ചെയ്തിട്ടാണ് അതിലെ ചോദിച്ചിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങനെ മാത്രമേ നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. സോ ആ ബേസിക്സ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ആദ്യം എന്തൊക്കെ ഫാക്ടറിനാണ് യൂണിഫോം സിലിണ്ടറിക്കൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ. എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഇൻറ്റു L by A. സോ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, അല്ലേ? സോ ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, അല്ലെ? ഇനി ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റൻസ് ഓഫ് എ യൂണിഫോം സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് എ ഗിവൺ മെറ്റീരിയൽ ഡിപ്പെൻസ്. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറില്ലേ? സോ ലെങ്തിനെയും ക്രോസ് സെക്ഷൻ ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയലിനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെയും കൂടെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വേറെ മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? ആ റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. ഓക്കെ, സോ എന്തൊക്കെ ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് നമ്മൾ ഓംസ് ലോയിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് 0.01 സെന്റിമീറ്റർ റേഡിയസ് ഈസ് 10 ohm. ഓക്കെ, ഇഫ് ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ഈസ് 50 into 10 raised to minus 8 ohm meter, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി വയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റ ഒന്ന് എഴുതാം. ഓക്കെ, എന്തൊക്കെയാണ് ഗിവൺ?
റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഇസ് ഈക്വൽ ടു 0.01 സെന്റിമീറ്റർ. 0.01 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻⁴ മീറ്റർ അല്ലേ? ഓക്കെ. പിന്നെ തന്നിട്ടുള്ളത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് 10 ഓം ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും തന്നിട്ടുണ്ട്. എത്രയാണ് റെസിസ്റ്റിവിറ്റി? അത് 50 ഇൻറ്റു 10⁻⁸ ഓമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ? അത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളത്. റേഡിയസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് വേണ്ടി ഇക്വേഷൻ എഴുതാം. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ അല്ലേ? ഇനി ഇവിടെ ആരെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്? ലെങ്ത് അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റീറൈറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ബൈ റെസിസ്റ്റിവിറ്റി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈസിയാണ്. വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ, കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എത്രയാണ്? അത് 10 ഓം ആണ്. ഇൻറ്റു ഏരിയ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? ഏത് ഷേപ്പിലുള്ള കണ്ടക്ടർ ആണിത്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? യൂണിഫോം സിലിണ്ടറിക്കൽ കണ്ടക്ടർ. ഓക്കെ. സോ സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? അത് സർക്കിളിന്റെ ഏരിയ ആയിരിക്കും അല്ലേ? ക്ലിയർ അല്ലേ? സർക്കിളിന്റെ ഏരിയ ആയിരിക്കും ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. അതെത്രയാണ്? πr² അല്ലേ? ഓക്കെ. സോ പൈ ഇൻറ്റു നമ്മുടെ റേഡിയസ് എത്രയാണ്? 10⁻⁻⁴ സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാണ് റെസിസ്റ്റിവിറ്റി? 50 ഇൻറ്റു 10⁻⁻8. ഈ 10⁻⁻⁴ സ്ക്വയർ 10⁻8 അല്ലേ? അപ്പോ ന്യൂമറേറ്ററിലെ 10⁻⁻8ഉം ഡിനോമിനേറ്ററിലെ 10⁻⁻8 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ലെങ്ത്തിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? സോ 10 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 50 ഇറ്റ്സ് ഈക്വൽ ടു 3.14 ബൈ 5 എന്ന് കിട്ടും. അപ്പോ എത്രയായി? ലെങ്ത് ഈസ് ഈക്വൽ ടു 0.628 മീറ്റർ ഓർ 62.8 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരൊറ്റ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിട്ട് ഇതിന്റെ ഒരു സിമിലർ പാറ്റേൺ ഉള്ള കാര്യം നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈസി ആയിരിക്കും, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.